ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നബി തങ്ങളുടെ നാവ് കൊണ്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ദിക്റിനെ പറ്റിയാണ്. ഒരു വട്ടം ഇത് പറഞ്ഞാൽ റിസ്ഖിൽ ബറക്കത്ത് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ നേട്ടം, ഈ ദിക്ർ ഒരു 101 വട്ടം നിങ്ങൾ ചൊല്ലണം. ദുആ ചെയ്താൽ വജബത് ലഹുൽ ഇജാബ, അവൻ ഇജാബത്തുണ്ടെന്നാണ് ഹദീസ്. മൂന്നാമത് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, അവന്റെ സമ്പത്ത് അല്ലാഹു ചുരുക്കൂല, സമ്പത്തിൽ ദാരിദ്ര്യം അല്ലാഹു തരൂല. അതുപോലെ നാലാമത്തത്, ഒരു വട്ടം പറഞ്ഞാൽ, ഒരൊറ്റ വട്ടം പറഞ്ഞാൽ 100 വട്ടോ 200 വട്ടോ ഒന്നും പറയണ്ട, ഒരു വട്ടം ചൊല്ലിയാൽ 99 രോഗങ്ങളുടെ ശമനം എന്നാണ്. അഞ്ചാമത്തെ നേട്ടം, അള്ളാഹു തന്ന അനുഗ്രഹം നിലനിൽക്കുന്ന. ആറാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ചെറു പാപങ്ങളുള്ള പുറത്തു തരും. നമ്മുടെ ചെറു പാപങ്ങൾ പൊറുക്കാൻ ഈ ദിക്ർ മതിയായതാണ്. ഏഴാമത്തത്, സിഹിറുകൾ, കണ്ണീറുകൾ, വിളിദോഷങ്ങൾ, പ്രാക്കുകൾ, ഇതൊക്കെ നമുക്ക് രക്ഷയാണ് ഈ ദിക്ർ. എട്ടാമത്തെ നേട്ടം, ഫർള് നിസ്കാരം, എല്ലാ ഫർള് നിസ്കാര ശേഷം 11 വട്ടം ഈ ചെറിയൊരൊറ്റ വരിയുള്ള ദിക്റിനെ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ലഭിക്കും, അള്ളാന്റെ കാവല് ലഭിക്കും. അതുപോലെ 9ാമത്തെ നേട്ടം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ ദിക്ർ ഒരു വട്ടം പറഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ അള്ളാഹു സംരക്ഷണത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ 10ാമത്തെ നേട്ടം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധികളിൽപ്പെട്ടതാണ്. 12ാമത്തത്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടെൻഷൻ. ടെൻഷൻ മാറണോ? ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിക്കോ. മഞ്ഞുരുകുന്നത് പോലെ നിങ്ങളുടെ മാനസിക ഡിപ്രഷനുകൾ അള്ളാഹു മാറ്റിത്തരുമെന്ന് നബി തങ്ങളുടെ വാക്കാണ്, തെറ്റൂല. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ 12ാമത്തെ നേട്ടം മഹാരഥന്മാർ പറയുന്നു, ഉറങ്ങുമ്പോ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി 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 കിടക്കാൻ അങ്ങ് ഉറങ്ങിപ്പോയി, എണ്ണൊന്നുമില്ല, ഇങ്ങനെ ചൊല്ലി ചൊല്ലി അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണുമെന്നും ആ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നും മഹാരഥന്മാർ. 13ാമത് പറയുന്നു, ആഖിബത്ത് ഹുസ്നുൽ ആഖിബ, നല്ല മരണം അല്ലാഹു തരും. 14ാമത്, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം അധികരിപ്പിക്കും. 15ാമത്തത്, അർശിന്റെ തണൽ അല്ലാഹു ലഭിക്കും. 16ാമത്തത്, ഹിഫാലത്തിന്റെ മാലാഖമാർ അല്ലാഹുവിന് കൊടുക്കും. 17ാമത്തത്, അല്ലാഹുവിന്റെ അതിഥിയായി പ്രത്യേക പരിഗണന കിട്ടിക്കൊണ്ട് മഹ്ശറയിലും മീസാനിലും സിറാത്തിലും എല്ലാം അല്ലാഹുവിന്റെ പരിരക്ഷ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.